ദിവസത്തെ വർക്ക് നേരത്തെ പറഞ്ഞു വെച്ചു, 2 മാസം മുമ്പ് പറഞ്ഞു വെച്ചു. ഇവർക്കും അതിന് പ്രയാസമുണ്ട്. ഈ സമയത്ത് നടത്തുന്നുണ്ട്. അന്നാരാജനാണ് നിൽക്കുന്നത്. ഒരുപാട് ഇന്റർവ്യൂസും മറ്റൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിനിമാ നടിയാണ്. പലപ്പോഴും ചില വിവാദങ്ങളൊക്കെ ഏർപ്പെടാറുണ്ട്. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പരിപാടി മുന്നേ ഏറ്റുപോയി ഞങ്ങൾ, അല്ലെങ്കിൽ ഞാനിത് ഇവിടെ വരില്ലായിരുന്നു, കോഴിക്കോട് ഈ ഉദ്ഘാടനത്തിന് ഞാൻ വരില്ലായിരുന്നു, മുന്നേ ഏറ്റുപോയി, അതുകൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ കുറച്ചു ഡയലോഗുകളൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ. ഒന്നിങ്ങനെയാണ്. ഇതല്ല സോറി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ മതി. ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷം അത് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ല. തൊഴുകൈയോടെ നിൽക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ആ ഏരിയ സെക്രട്ടറിയോട് എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ട് കുറച്ച് നേരമായി, കുറേ നേരമായി അതൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ട് ആ ഒരു സംഗതിയൊക്കെ. പക്ഷേ ആ ഒരു സംഗതിയൊക്കെ പൊളിഞ്ഞ് പാളീസായി എന്നുള്ള കാര്യം ഒരു പക്ഷേ ഇദ്ദേഹം അറിഞ്ഞു കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, ഭയങ്കര രസകരമായ ചില കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കും ഒപ്പം തന്നെ പി രാജീവ് അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും കേൾക്കൂ. വ്യാപകമായി പ്രചരിപ്പിച്ചു. നിങ്ങൾ പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയാറുള്ളത് പിണറായി വിജയന് മാത്രമാണ് ഈ ധാർഷ്ട്യമുള്ളതെന്ന്. അല്ലെന്നേ, ഈ ദേഷ്യം പിടിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ്. ആർക്കും ചിലപ്പോൾ ദേഷ്യം പിടിക്കാം, അല്ലേ? ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടാതാകുമ്പോൾ ദേഷ്യം പിടിക്കാം. ഉത്തരം എത്ര തന്നെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ദേഷ്യം പിടിക്കാം. പിന്നെ വെറുതെ ദേഷ്യം പിടിക്കാം. ഒരാൾക്ക് എന്ത് ചോദിച്ചാലും ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആളുകളുടെ വർത്തമാനങ്ങൾ മാത്രം ധാർഷ്ട്യമാണെന്നും അഹങ്കാരമാണെന്നും ദേഷ്യം പിടിക്കലാണെന്നും ചില ആളുകൾ പറയുമ്പോൾ അതൊന്നുമല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇന്ന് കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരമാണ്. CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല. വളരെ നല്ല കാര്യം തന്നെ പറയുള്ളൂ. കാരണം അത്തരം ഒരു ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരിക, അതേതോ T22 സംതിങ് ലൈക്ക് ഒരു ഇൻവെസ്റ്ററാണ്. നമ്മുടെ റിപ്പോർട്ടർ അരുൺകുമാർ ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിൽ തീർച്ചയായിട്ടും ഹെലികോപ്റ്റർ അല്ല, ഇനി പ്രൈവറ്റ് ജെറ്റ് വിളിച്ചിട്ടായാലും പോകണം എന്നുള്ള ഞാൻ പറയാം. കാരണം അതിലൊന്നും എന്താ പറയുക ഒരു മടിയും കാണിക്കരുത്. അതേസമയം അതൊരു പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ പറയുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് കേൾക്കാം. നഷ്ടം ഉണ്ടായിട്ടില്ല. ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഒരു ചോദ്യം വരുന്നുണ്ട്. പ്ലീസ് ബി കംപ്ലീറ്റ്. ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഒരു രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. അവിടേക്ക് താങ്കളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്. സൈറ്റ് ഒരു വിമാനത്താവളം അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതൊരു ചോദ്യം അങ്ങ് ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്ക്. അതൊരു പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഇദ്ദേഹം പോയി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് വളരെ തൊട്ടടുത്താണ് എത്രയോ ആളുകൾ മരിച്ചൊരു സ്ഥലം ഉണ്ടാകുന്നത്. എന്താ അവിടേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് വളരെ നീറ്റായിട്ടുള്ള ചോദ്യമാണ് ആ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കേണ്ട, താങ്കൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെപ്പോലും ഒരു പരിഹാസ രീതിയിലാണ് കാണുന്നത്. അപ്പം ഇനി നമുക്ക് 2 കാര്യങ്ങൾ കേൾക്കല്ലേ അല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആക്കണ്ടേ? ഒന്നാമത്തെ ലൈറ്റ് ഇതാ. പിന്നെ ഈ ദിവസത്തെ വർക്ക് നേരത്തെ പറഞ്ഞു വെച്ചു, 2 മാസം മുമ്പ് പറഞ്ഞു വെച്ചത്. ഇവർക്കും അതിന് പ്രയാസമുണ്ട്. ഈ സമയത്ത് നടത്തുന്നുണ്ട്. ഇനി അടുത്തത് കേട്ടോ. എങ്ങനെ എത്തിയാൻ പറ്റും ഇവിടെ? ചേച്ചിയെ കാണാൻ നീന്തി ഇന്ന് മഴ ഉണ്ടായില്ലല്ലോ ഒരു സ്ഥലത്ത്. ഇല്ല. ഞാനാലോ എങ്ങനെ എത്തിയാൻ പറ്റും ഇവിടെ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ചേച്ചിയെ കാണാൻ നീന്തി വന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് അവരൊന്ന് കാണാൻ ആഗ്രഹം. നിങ്ങൾക്കില്ലേ? ഏതവനാണ് ചേച്ചിയെ കാണാൻ ഞങ്ങൾ നീന്തി വരികയാണ് ചെയ്തത് എന്ന് പറഞ്ഞവനാര് എന്നുള്ളത് അറിയാൻ എന്തോ ഒരു ആഗ്രഹം. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു ആഗ്രഹം? ബൈ.